ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. അപ്പം ഇന്ന് നോക്കുമ്പോൾ നല്ല പൊരി വെയിലാട്ടോ, നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ട്, നല്ല ചൂടുള്ള വെയിൽ. അപ്പം ഇന്ന് രാവിലത്തെ പണിയൊക്കെ ഒരു ഇതൊരുങ്ങി തിരുമ്പലും കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ രണ്ടല്ലേ ഇല്ലി മുരിങ്ങടല പൊട്ടിച്ച് വരിക കേട്ടോ. അപ്പോൾ മുരിങ്ങ മര നിൽക്കണം. അപ്പോൾ അതിൽ രണ്ടില്ലി മുരിങ്ങ പൊട്ടിച്ച് താളിക്കുക കേട്ടോ. ഒന്ന് മീൻകറി ഇന്നലത്തെ ഉണ്ട്, പിന്നെ നെത്തളുണ്ട് വറക്കാൻ. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ കേട്ടോ. ചോറ് അടുപ്പത്തുണ്ട്. തിരുമ്പലൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറി നിസ്കരിച്ചു. ചോറ് അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. മുരിങ്ങടല പൊട്ടി അതാക്കട്ടെ ഊരട്ടെ കേട്ടോ. പിന്നെ നെത്തൽ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പകുതി പൂച്ചിയും തിന്നിക്കുന്നു. അപ്പോൾ അത് വറക്കാനും എടുക്കാൻ വെച്ചിട്ട് അപ്പോൾ ഒന്നും കൂടി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടോ. ഇപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിരിക്കുന്നു. തുടക്കലും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം എന്നിട്ട് ഇനി നിസ്കരിക്കലും കഴിഞ്ഞു. അപ്പം ഇനി കൂട്ടാനൊക്കെ ഉണ്ടാകട്ടെ കേട്ടോ. മുരിങ്ങ അടിക്കുക, അതൊക്കെ ചെയ്യട്ടെ. അപ്പം കേട്ടോ മുരിങ്ങ താളിച്ചു. ഇതുണ്ടോ, മീനില്ലാന്ന് കണ്ട മക്കളെ വേഗം മുരിങ്ങൻ്റെ ഊരും പൊട്ടിച്ച് വേഗം രണ്ടല്ലി കഞ്ഞിരള്ളത്തിൽ ഉള്ളിയാണ് മൂപ്പിക്കും, പച്ചമുളക് കൊണ്ടിടും, എന്നിട്ടാണ്ട് ഒഴിച്ചാൽ അതൊരു കൂട്ടാനായിട്ടോ. പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നെത്തൽ കറുത്ത് പിന്നെ എന്തിനാ പിന്നെ വേറെ കൂട്ടാനൊക്കെ. പച്ചക്കറിക്ക് പകരം അടിപൊളി മുരിങ്ങ, നമ്മളുടെ നല്ല നാടൻ മുരിങ്ങ അല്ലേ. അപ്പോൾ അതാണ് കേട്ടോ, വിറ്റാമിൻ ഒക്കെ ഉള്ളതാണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ എല്ലാവരും ഒന്ന് കൂട്ടി വെക്കി. പച്ചക്കറിനേക്കായൊക്കെ നല്ലതാണ്. പച്ചക്കറി അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അതിനേക്കായൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത്. ഒരാഴ്ചയിലും ഒരു ദിവസയിലും മുരിങ്ങ കൂട്ടണം കേട്ടോ. അപ്പം ഞങ്ങൾ ദിവസം ഒന്നരാടം പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നെത്തൽ വറുത്തതുണ്ട് അതിൽ. അപ്പോൾ നെത്തലും വറുത്തു. പിന്നെ ഇന്നത്തെ മീൻകറി ഉണ്ടല്ലോ. പിന്നെ ചോറ് വാർത്ത് വെച്ചിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാകുക വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മക്കളെ. അപ്പം നാളെ വേറെ ഈ വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും അസ്സലാമലൈക്കും. തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടോ.